സ്വർണം പൊട്ടിക്കൽ കേസ് പ്രതി അർജുൻ ആയങ്കി തിരുവനന്തപുരത്ത് പിടിയിലായി. SFI നേതാവ് ആദർശിന്റെ വീട്ടിൽ നിന്നാണ് കഴക്കൂട്ടം പോലീസ് അർജുൻ ആയങ്കിയെ കസ്റ്റഡിയിലെടുത്തത്. അർജുന്റെ മുൻകരുതൽ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നു. അനന്തകൃഷ്ണൻ വിവരങ്ങൾ നൽകും. അനന്തൻ, എങ്ങനെയാണ് അർജുൻ ആയങ്കി പിടിയിലാകുന്നത്? ഇയാൾ ഇപ്പോൾ ഏത് കേസിലാണ് ഇപ്പോൾ ഇയാളുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത്? അക്ഷയ, യാദൃശ്ചികമായിട്ടാണ് കഴക്കൂട്ടം പോലീസിന്റെ പിടിയിൽ അർജുൻ ആയങ്കി പെടുന്നത്. അർജുൻ ആയങ്കി നേരത്തെ സ്വർണം പൊട്ടിക്കലടക്കമുള്ള കേസുകളിൽ പ്രതിയായിട്ടുള്ള വ്യക്തിയാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ തിരുവനന്തപുരത്ത് സർവകലാശാല പരീക്ഷയുമായി ബന്ധപ്പെട്ട് ഒരു സംഭവം ഉണ്ടായി. ഒരു SFIയുടെ ഏരിയ ഘടകത്തിന്റെ ചുമതലയുള്ള ആദർശ് എന്ന വിദ്യാർത്ഥി, അയാൾ ചോദ്യപേപ്പർ പരീക്ഷയ്ക്കിടെ വാട്സപ്പിൽ സുഹൃത്തിന് അയച്ചു കൊടുത്ത് ഉത്തരങ്ങൾ വരുത്തി എഴുതുന്ന ഒരു സ്ഥിതി കണ്ടെത്തുകയുണ്ടായി. ഇയാൾക്കെതിരെ പോലീസ് കേസെടുത്തിരുന്നു. ഇയാളെ പോലീസ് സ്റ്റേഷനിൽ ഹാജരാകാൻ ആദർശിനോട് ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു. എന്നാൽ ഇയാൾ ഹാജരായില്ല. തുടർന്ന് ഇയാളുടെ വീട്ടിൽ പോലീസ് പരിശോധനയ്ക്ക് എത്തുമ്പോഴാണ് ആ വീട്ടിൽ ആദർശിനൊപ്പം അർജുൻ ആയങ്കിയും ഉണ്ട് എന്ന് കണ്ടെത്തിയത്. മാത്രമല്ല, ഈ വീടിരിക്കുന്ന പരിസരത്ത് ഒരു ഉത്സവം നടക്കുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട് സംഘർഷ സാധ്യത ഉള്ളതിനാൽ ഈ ആദർശിനെ കസ്റ്റഡിയിൽ കൂടി എടുക്കണമായിരുന്നു, കരുതൽ കസ്റ്റഡി കൂടി വേണമായിരുന്നു പോലീസിന്. അപ്പോൾ ആദർശിനൊപ്പം അർജുൻ ആയങ്കിയെ കൂടി കസ്റ്റഡിയിൽ എടുക്കുകയും ഇയാളുടെ കരുതൽ അറസ്റ്റ് രേഖപ്പെടുത്തുകയും ചെയ്തു. ഇനി ഈ അർജുൻ ആയങ്കി എന്തിനാണ് ആദർശിന്റെ വീട്ടിൽ വന്നത്, അവിടെ തങ്ങാനുണ്ടായ കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ള കാര്യം പോലീസ് അന്വേഷിക്കുന്നുണ്ട്. ഏതായാലും തിരുവനന്തപുരത്ത് ക്യാമ്പ് ചെയ്തതിന്റെ കാരണങ്ങൾ പോലീസ് ഇപ്പോൾ അന്വേഷിക്കുകയാണ്. അക്ഷയ, ശരി. എന്തായാലും തിരുവനന്തപുരം കഴക്കൂട്ടത്ത് നിന്നാണ് അർജുൻ ആയങ്കിയെ ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത്. ആദർശിന് SFI നേതാവിന്റെ വീട്ടിലാണ് അർജുൻ ഉണ്ടായിരുന്നത്. ഇവർ തമ്മിൽ എന്താണ് ഇടപാട്, മറ്റു കാര്യങ്ങളൊക്കെയും അറിയേണ്ടതുണ്ട്. അനന്തകൃഷ്ണൻ വിവരങ്ങൾ നൽകിയിരിക്കുന്നത്.